ജൂൺ 14 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മെത്തോഡിയൂസ്, വിശുദ്ധ അനസ്റ്റാസിയൂസ്, വിശുദ്ധ സീറാൻ, വിശുദ്ധ ഡോഗ്മേൽ, വിശുദ്ധ എൽഗാർ, വിശുദ്ധ എലീസയൂസ്, വിശുദ്ധ എത്തേരിയൂസ്. വിശുദ്ധ മെത്തോഡിയൂസ് 847 കാലഘട്ടത്തിലാണ് വിശുദ്ധ മെത്തോഡിയൂസ് ജീവിച്ചിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ മെത്തോഡിയൂസ് സിസിലിയിൽ സിറാക്കൂസിലാണ് ജനിച്ചത്. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായിരുന്ന മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ആ സന്യാസിയുടെ പ്രേരണയിൽ മെത്തോഡിയൂസ് ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ജെനോലോക്കോസ് ആശ്രമത്തിൽ ചേർന്നു. അക്കാലത്താണ് തിരുസ്വരൂപങ്ങളുടെ പേരിലുള്ള മതപീഡനങ്ങൾ നടന്നിരുന്നത്. ലയോ 5 815 രണ്ടാമത്തെ മതപീഡനം ആരംഭിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്ക് വിശുദ്ധ നിസേഫോറസിനെ നാടുകടത്തി. പ്രതിമാധ്വംസർക്കെതിരായ ഒരു നിലപാടാണ് മെത്തോഡിയൂസ് സ്വീകരിച്ചത്. പേട്രിയാർക്കിനെ നാടുകടത്തിയ വിവരവും മറ്റു സംഗതികളും മാർപ്പാപ്പയെ അറിയിക്കാൻ മെത്തോഡിയൂസ് റോമിലേക്ക് പോയി. ലയോ 5 മരണശേഷം 821 മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങി. പുതിയ ചക്രവർത്തി മൈക്കിളിന് മാർപ്പാപ്പയുടെ ഒരു എഴുത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. തിരുമേനി എഴുത്ത് വായിച്ച ശേഷം മെത്തോഡിയൂസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ പ്രകരിച്ച ശേഷം ജയിലിൽ അടയ്ക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. 7 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്നും മോചിതനായ ശേഷം ചക്രവർത്തി തെയോഫിലോസ് മെത്തോഡിയൂസിനെ വിളിച്ച് ശാസിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം വണങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ ചക്രവർത്തിയോട് ചക്രവർത്തി സ്വന്തം ചിത്രങ്ങളെ വണക്കത്തിനായി സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. 842 തെയോഫിലസ് ചക്രവർത്തി മരിച്ചു. രാജ്ഞി തെയോഡോറ മെത്തോഡിയൂസിന് അനുകൂലിയായിരുന്നു. തിരുസ്വരൂപ വിദ്വേഷിയായ ജോൺ പാത്രിയാർക്കീസിനെ മാറ്റി മെത്തോഡിയൂസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കായി മാറ്റി. 4 കൊല്ലത്തെ ഭരണശേഷം ശരീരത്തിൽ നീര് വന്ന അദ്ദേഹം മരിച്ചു. വിശുദ്ധ മരീന, വിശുദ്ധ അഗാത്ത, വിശുദ്ധ കോസ്മോസ്, വിശുദ്ധ ഡാമിയൻ മുതലായ പല വിശുദ്ധരുടെയും ജീവചരിത്രം അദ്ദേഹം എഴുതുകയുണ്ടായി. ഇന്നേ ദിവസം വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവത്തെ ഒഴികെ മറ്റൊന്നും കാണാതിരിക്കാനും അവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കുവാനുമായി വിശുദ്ധർ തങ്ങളെ തന്നെ പരിത്യജിച്ചു. അവിടത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ സൃഷ്ടവസ്തുക്കളെ വിസ്മരിച്ചു. ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. വിശുദ്ധനായ മെത്തോഡിയൂസെ, ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.